നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? അത് പണവോ പദവിയോ പവറോ ഒന്നുമല്ല. എന്ത് സാഹചര്യത്തിലും നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളാണ്. സൂയിസൈഡുകൾ ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സൂയിസൈഡ് ചെയ്ത ആൾക്കാരെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇവരാരും പൈസയോ പവറോ ഇല്ലാത്തവരല്ല, മറിച്ച് അവരെ വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ ആളില്ലാത്തവരായിരിക്കും. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒരുപാട് പൈസ ഉണ്ടാക്കുക, നമ്മുടെ ലൈഫിൽ നിന്ന് സെറ്റിൽ ചെയ്യുക, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതോട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് പ്രതിസന്ധിയിലും നമുക്ക് താങ്ങും തള്ളായിട്ട് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരെ കൂടെ കൂട്ടാന്നുള്ളത്. കാരണം ഒരാൾ സൂയിസൈഡ് എന്ന ഓപ്ഷനിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അയാൾ അത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഈ ഒരു പണവോ പദവിയോ ഒന്നും നമ്മൾ എന്തെയില്ല സഹായത്തിനെത്തില്ല. മറിച്ച് നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർ നമുക്ക് ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് നമ്മളെ ഏറ്റവും വലിയൊരു അസറ്റായിരിക്കും. കാരണം ഈ സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ലാസ്റ്റ് നിമിഷത്ത് അവൻ്റെ ഒരു വിളി അല്ലെങ്കിൽ അവരെ ഒരു കൈത്താങ്ങ് അതാണ് എന്നെ ജീവിതത്തിലോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത്. സോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഇതുപോലെയുള്ള കുറച്ച് കൂട്ടുകാരെ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ തിരിച്ചും അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാരായി നിങ്ങളും മാറുക എന്നുള്ളതാണ്. കാരണം ലൈഫിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. ആ ലൈഫിന് വാല്യൂ മനസ്സിലാവണമെങ്കിൽ RCC പോലുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ ഓരോ നിമിഷവും ജീവന് വേണ്ടി കരയുന്ന ഓരോ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ നിമിഷത്തെ ബുദ്ധിമോശം കാരണം നമ്മൾ ഇല്ലാതാക്കുന്ന ആ ജീവന് അത്രയും അധികം വാല്യൂ ഉണ്ട്.